നമസ്കാരം, ഞാൻ രഹലാകൃഷ്ണ. പ്രതിമാസം 40 ലക്ഷം ജീവനാംശം വേണമെന്ന ആരതി. ജയം രവി വിവാഹമോചനവും തുറന്ന പോരാട്ടത്തിലേക്ക്. രവി മോഹൻ ആരതി വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ചെന്നൈ കുടുംബക്ഷേമ കോടതിയിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ജയം രവി വിവാഹമോചന ഹർജിയിൽ ഫയൽ ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഇരു കക്ഷികളും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരായിരുന്നു. ഒരു കാരണവശാലും രമ്യതയിൽ എത്താനാകില്ലെന്നും ആരതിയിൽ നിന്നും വിവാഹമോചനം വേണമെന്ന് ഉറപ്പിച്ച നിലപാടിലായിരുന്നു ജയം രവി എന്ന തമിഴ്നാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം വിവാഹമോചനത്തിന് ശേഷം തനിക്ക് വരുന്ന സാമ്പത്തിക സഹായങ്ങൾക്കും മറ്റുമായി പ്രതിമാസം 40 ലക്ഷം രൂപ ജീവനാംശം വേണമെന്ന എതിർ ഹർജിയും ആരതി ഫയൽ ചെയ്തെന്നും തമിഴ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതായിരുന്നു. ഇതിൽ ജയം രവിയുടെ മറുപടി കേട്ട ശേഷം കേസ് ജൂൺ 12-ന് വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും. സമവായത്തിലെത്താത്തതിനാൽ ഇരുവിഭാഗത്തിനും രേഖാമൂലമുള്ള പ്രതികരണങ്ങൾ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അനുരഞ്ജന മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് കേസ് കൂടുതൽ സങ്കീർണമാകുന്നത്. കേസ് പരിഗണിച്ച ചെന്നൈയിലെ കുടുംബ കോടതി രവിയോടും ആരതിയോടും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായി മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇരുവരും ഇതിന് താല്പര്യം കാട്ടിയിരുന്നില്ല. സിറ്റിംഗിൽ പങ്കെടുത്തതുമില്ല. ഇതോടെയാണ് മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായി അധികൃതർ കോടതിയെ അറിയിച്ചത്. തുടർന്ന് വിവാഹമോചന വാദം പുനരാരംഭിച്ചു. വീഡിയോ കോൺഫറൻസിന് വഴിയാണ് രവിയും ആരതിയും ഹാജരായത്. ഫെബ്രുവരി 15-നായിരുന്നു ഇതിനു മുമ്പ് കോടതി ഈ കേസിൽ വാദം കൂടിയത്. ഭാര്യ ആരതിയുമായുള്ള 15 വർഷത്തെ വിവാഹബന്ധം വേർപെടുത്തുന്നതിനായി അടുത്തിടെയാണ് രവി പ്രഖ്യാപിച്ചത്. ഇതിനിടെ തന്റെ പേരും പരിഷ്കരിച്ചിരുന്നു. മുൻപ് ജയം രവി എന്നറിയപ്പെട്ടിരുന്ന താരം തന്റെ പേര് രവി മോഹൻ എന്നാക്കി മാറ്റി. പിന്നീട് ഇരുവരും പരസ്പരം പഴിചാരി സമൂഹമാധ്യമങ്ങളുടെ പത്രക്കുറിപ്പ് ഇറക്കിയതും വിവാദമായി മാറിയിരുന്നു.